ലോകമഹാത്ഭുതമാണല്ലോ ഇവിടെ സംഭവിക്കുന്നത്. എന്തോ പറ്റി? പതിവില്ലാണ്ട് ചായ ഇടുന്നു. ആഹാ, ചുരിദാറൊക്കെ ആണല്ലോ. അതെ, മഴയൊക്കെ അല്ലേ, അപ്പൊ നല്ല തണുപ്പ്. ഞാൻ വിചാരിച്ചു ഇത്ര കയ്യൊക്കെ ഉള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നിൽക്കാൻ. പിന്നെ അത് മാത്രല്ല, നല്ല മഴയത്ത് നല്ല ചൂട് കട്ടൻ ചായ പറ്റുവാണെങ്കിൽ നല്ല ചൂട് പരിപ്പോടെയും കൂടെ കിട്ടുവാണെങ്കിൽ കിട്ടും. സൂപ്പർ ആയിരിക്കും. എന്തായാലും കട്ടൻ ചായ ഉണ്ടാക്കുമല്ലോ, പരിപ്പോടെയും കൂടെ ഉണ്ടാക്കുമോ? അയ്യോ, അതിനുള്ള സാധനങ്ങൾ ഇവിടെ ഇല്ല. ഞാൻ എടുത്തു തരാം. ഞാൻ എടുത്തു തരാം. ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്. പറയണ്ടായിരുന്നു. അല്ല, എനിക്കുണ്ടോ ചായ? എന്റെ കൈപ്പുണ്യം ഒന്ന് അറിയണം. ഞാൻ തരാം, അവിടെ ഉള്ളൂ. അതെ, നീ കോളേജിലൊന്നും പോകുന്നില്ല? ഓൺലൈൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞ്. ഞാൻ കോളേജിൽ പോകാറുണ്ടല്ലോ. ഞാൻ ഇത്രയും ദിവസം ഇവിടെ വന്നിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അത് മാമി ഇപ്പൊ വന്നല്ലേ ഉള്ളൂ. അപ്പൊ മാമി ഇവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. ഞാൻ കോളേജിൽ പോയി കഴിഞ്ഞാൽ കൂട്ടുകാരല്ലേ. ഓ, അത് നല്ല ഐഡിയ ആണ്. എന്നാലും ഇവിടെ ഇരുന്ന് പഠിക്കാലോ. ഞാൻ പഠിക്കാറുണ്ട്. ബുക്കൊന്നും എടുക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. അത് ഞാൻ രാത്രി പഠിക്കാറുള്ളൂ. സത്യം. സത്യം പറ, നിന്റെ കയ്യിലിരിപ്പുണ്ട് കോളേജിൽ നിന്ന് പുറത്താക്കിയതാണോ? അയ്യോ, അങ്ങനെയൊന്നുമില്ല. ഞാൻ വിളിച്ചു ചോദിക്കും. മാമിക്ക് ജോലിക്കൊന്നും പോണ്ടേ? നൈറ്റ് ആണോ ഇപ്പം? എനിക്ക് നൈറ്റാ. അത് ഈ ആഴ്ച നൈറ്റ് ആണെങ്കിൽ അടുത്ത ആഴ്ച ഡേ. അങ്ങനെയാ ഞങ്ങളുടെ ഡ്യൂട്ടി. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? എനിക്ക് 2000 രൂപ വേണോ? അല്ല അതല്ല, മാമിയുടെ യൂണിഫോം ഒന്ന് തരുമോ? എന്തിന്? ഫോട്ടോ എടുക്കാൻ. അല്ല, ഫ്രണ്ട്സിനെയൊക്കെ കാണിക്കാൻ ഒരു ഗമ്മയായിരിക്കും. ഓ, എന്തോ ഒരു ആഗ്രഹം. ഓ, എന്റെ ഫോൺ അടിക്കുന്ന ഞാൻ ഇപ്പൊ വരാം കേട്ടോ. ചേട്ടൻ വന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് വരാനിരിക്കുവാ. വന്നോ? എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട് വരാം. വേണ്ടേ? ഓ ഓ ശരി ശരി, എന്നാ ഓക്കെ. അളിയനാ. അളിയനോ? ആരുടെ അളിയൻ? ആ കുഞ്ഞളിയൻ. എന്റെ അളിയനോ? ആ, രവി അളിയൻ അല്ല, പിന്നെ എന്റെ ആങ്ങളാ ശ്രീകുട്ടൻ. ചെന്നൈന്ന് വന്നെന്ന്. ആണോ? ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞു. സത്യം പറഞ്ഞാലേ അവന് നമ്മളോട് ദേഷ്യം കാണും. നമ്മുടെ കല്യാണത്തിന് അവന് പങ്കെടുക്കാൻ പറ്റിയില്ലല്ലോ. അതുകൊണ്ട് അമ്മ വയ്യാത്ത വരലായിരുന്നു അത്. അറിയില്ല ഞാൻ. എന്താ ചായ ഞങ്ങൾക്കാവും കുടി. എന്നാ പിന്നെ ഞാൻ എടി വേറൊരു വിശേഷമുണ്ട്. എന്താ? അത് പറയാം. അളിയൻ വരുന്നു. അച്ഛൻ പറഞ്ഞ കാര്യമൊന്നും പറഞ്ഞില്ലല്ലോ. രവിളിയനില്ല, എന്റെ അളിയൻ. എന്റെ ആങ്ങള. ഓ, അവനും വകയിലൊരു അളിയനാണല്ലോ എന്റെ. ബാക്കിയല്ലോ. അല്ല, അവനും അളിയനാ. അവൻ വരുന്നുണ്ട്. നല്ല കാര്യം. അവന് ചെന്നൈയില് വലിയ ആളാന്നാ എവള് പറയുന്നത്. ആണ് ആണ്. ശരി, എന്നാ ഇന്നാണോ വരുന്നേ? ഇന്ന് വരും. ഇന്ന് വരൂ? ആ, എനിക്ക് നിന്നോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അവൻ വരുമ്പോഴേ, അവനെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കല്യാണത്തിന് പോലും പങ്കെടുക്കാൻ പറ്റിയില്ലല്ലോ. നമുക്ക് ആർക്കും പങ്കെടുക്കാൻ പറ്റില്ലല്ലോ. അത് പിന്നെ രജിസ്റ്റർമാരെ ആകുമ്പോ അങ്ങനെ എല്ലാവർക്കും പങ്കെടുക്കാൻ പറ്റില്ല. ആ, അപ്പൊ അവന് ആദ്യമായിട്ട് ഇവിടെ വരിക. അപ്പൊ അവനെ നമുക്ക് നല്ലോലൊന്ന് ട്രീറ്റ് ചെയ്യണം. അതൊന്നും വേണ്ടെന്നേ. വേണം ശ്രീകു, അതൊക്കെ ഭയങ്കര ചെലവല്ലേ. അതൊക്കെ വേണം. പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് വരിക, അവനെ ട്രീറ്റ് ചെയ്യണം. അതിന്റെ ഒരു ചുമതലയാ. അതെ, നിങ്ങൾ എന്താന്ന് വെച്ചാൽ തീരുമാനിക്കും. എവിടെ പോണ്? അപ്പുവിന് ചായ എടുക്കാം. ഈ വെറുതെ ഞൊട്ട എടുക്കരുത്. ആണോ? ആരടിച്ചൊടിച്ചതാ? അതെ, വിരല് കുത്തി കളർ ചെയ്തോണ്ടിരുന്നപ്പോ വിരലൊടിഞ്ഞാവുണ്ട്. വിരൽ കുത്തി കള്ള അതിങ്ങനെ ഇങ്ങനെ വിരല് കുത്തിയിട്ടേ. ഓ, അങ്ങനൊക്കെ അഭ്യാസങ്ങളുണ്ടല്ലേ. അപ്പഴേ അവൻ വരുമ്പോ നമുക്ക് അവൻ എന്തൊക്കെ കൊടുക്കണം? ചേട്ടന് ഇഷ്ടമുള്ള സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ ഞാൻ തരാം. ആണോ? നമുക്ക് ഉണ്ടാക്കി വെക്കാം. അപ്പോ ചായ ഭയങ്കര പണിയിലാണല്ലോ.
ചായടി. ഈ വണ്ടിയെ ഇന്ന് കൊടുക്കണം മക്കളെ, എനിക്ക് പ്രശ്നമാകും. അതല്ലേ ഈ വണ്ടി ഇത് എത്ര കാലം കൊണ്ട് അപ്പോ ശരിയാക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ കൊടുക്കാനുള്ള ടൈം കിട്ടിയില്ലേ? ഈ വണ്ടി ശരിയാക്കിട്ട് അപ്പൊ ചായ കുടിക്കുള്ളൂ? അല്ല, അത് നോക്കട്ടെ, ഞാൻ കുടിച്ചോളാം. ആ ചായ ഇങ്ങടുത്തേക്ക്. അത് തണുത്ത് അവിടെ പച്ചവെള്ളമായിപ്പോ ഞാൻ കൊണ്ടുപോയി. ഞാൻ കുടിച്ചോളാം, നീ പോ. ഓ അപ്പോ ഞാൻ ഉപദേശിക്കാണെന്ന് തോന്നരുത്. അപ്പൊ എന്തിനാണ് ഈ അറിയാൻ മേലാത്ത പണിക്ക് പോണ? അറിയാന്നുള്ള ആരെങ്കിലും കൊണ്ട് ചെയ്യിപ്പിക്ക്. 1000 രൂപ ആളെന്ന് മേടിക്കണം, 500 രൂപ അപ്പൂന് എടുക്കാലോ. 500 രൂപ പുള്ളിക്ക് കൊടുക്ക്. എന്നെ കൊച്ചാക്കല്ലേ കേട്ടോ. പോ. പണി എടുപ്പിക്കും. അതുകൊണ്ട് നമ്മളെ മണിക്കുട്ടൻ ഇവിടെ ഇല്ലേ? മാമുണ്ട്. അവനെ പുറത്തൊന്നും കാണാനില്ല. കല്യാണം കഴിച്ചോടുകൂടി ഞാൻ അകത്ത് തന്നെ. അത് മാമനിപ്പോ ഫുൾ ടൈം റൊമാൻറ്റിക് മണിയല്ലേ. അവൻ പെൺകോന്തനായി അല്ലേ? ഒന്നും ഇടായിരുന്നു. മാമി കേക്കണ്ടല്ല, പിടിച്ച് ലോക്കപ്പ് ഇട്ടോളെ. ഓ പാടിയില്ല ജോലിയാക്കി. ഇവൻ 24 മണിക്കൂറും അവിടെ പാവാടയിൽ പിടിച്ചോണ്ട് അടക്കേ. എന്തൊരു എനിക്ക് മനസ്സിലായി. ഇത് ഞാൻ എല്ലാം എന്തൊരു കണ്ടാലും കാണാത്തോട്ട് പോവേ. എന്റെ പൊന്നപ്പൊ അവരിപ്പൊ കല്യാണം കഴിച്ചല്ലേ ഉള്ളൂ. അപ്പൊ അതിന്റേതായിട്ടുള്ള റൊമാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവൂലേ? അത്രേ ഉള്ളൂ. ശരി ശരി. അയ്യോ, ഞാൻ പറയാൻ വന്ന കാര്യം പറഞ്ഞേ. എന്തൊരു? മാമന്റെ അളിയൻ പറഞ്ഞു ഇങ്ങോട്ട്. അളിയനാ? മാമിയുടെ ഒരു സഹോദരനില്ല, ഒരു ചേട്ടൻ. ആ പുള്ളി വരെയാണ്. ഓഹോ. അപ്പൊ മാമി എന്തോ വിപുലമായി തയ്യാറാക്കുന്നു. വിപുലമായി തയ്യാറാക്കണ സദ്യ ആയിരിക്കും. സദ്യ ആണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. മക്കളെ കുടിച്ചപ്പം എനിക്ക് നീ എന്താ ഇട്ടത്? വയറ് പഞ്ചസാര ഇല്ല, ശരിയാവൂല. ഞാൻ പഞ്ചസാരയാണല്ലോ ഇട്ടത്. പിങ്കി, നന്നായിട്ട് തുടക്കണേ. നന്നായിട്ട് തന്നെ തുടക്കണ മാമി. മാമി, ഞാനേ ഒരു പോലീസുകാരെ നേരിട്ട് കാണുമ്പം ചോദിക്കണം വിചാരിച്ചൊരു കാര്യമുണ്ട്. എന്താ ചോദിക്ക്? നീ രാവിലെ എനിക്ക് എന്തൊരു ചായ തന്നത്? 4ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ബാത്റൂമിൽ പോണത്. ഞാൻ മര്യാദക്കാണ് ഇട്ട് തന്നത്. ഞാൻ മാമിക്ക് തന്നല്ല. മാമിക്ക് വല്ലതും പറ്റിയ? ഇല്ല. അപ്പൊ വേറെ വല്ല കഴിച്ചായിരിക്കും. ഞാൻ ഒന്നും കഴിച്ചില്ല, നീ തന്ന ചായ മാത്രം തന്നെ കുടിച്ചത്. ആമാ കാലൊന്ന് മാറ്റോ? എനിക്ക് ഇപ്പൊ അനങ്ങാൻ പറ്റൂല എന്റെ പൊന്ന് ചെല്ലക്കളി. എന്നാ പിന്നെ അനക്കണ്ട, അവിടെ തന്നെ വെച്ചോ കേട്ടോ. അതെ, നീ എന്നോട് എന്തോ ചോദിക്കണം എന്ന് പറഞ്ഞേ? ഫ്ലോ എങ്ങ കളഞ്ഞ്. അത് മാമി, മാമി ഈ കള്ളന്മാരെയൊക്കെ പിടിച്ചിടിച്ചിട്ടുണ്ടാ? ഇടിച്ചിട്ടുണ്ടോന്നോ? എത്ര എണ്ണത്തിന്? കള്ളന്മാരല്ല, കള്ളികള്. നമ്മുടെ അവിടെ ഒരു പെരുങ്കള്ളിയുണ്ട്, പാലാരിവട്ടം പാർവതി. ഒരു 10-300 പോലീസുകാര് ചോദ്യം ചെയ്തിട്ട് പോലും അവള് കമാന്നക്ഷരം മിണ്ടിയില്ല. ഒരു 10.5 പവന്റെ മാലയില്ലേ അവള് വിഴുങ്ങിയത്. എന്റെ കൈ കേട്ട് ഞാൻ കൂനിച്ചിട്ട് 2 ഇടി. പുട്ടിറങ്ങി വരുന്നല്ലേ വന്നത്. എന്നിട്ട് കഴി ഇങ്ങെടുത്തു. പുട്ട അല്ല, മാല. മാമി ഒരു ഭീകരൻ വന്നല്ലേ? എന്താ രണ്ടുപേരുടെ? അല്ല, ഞാൻ മറ്റേ പാലാരിവട്ടം പാർവതിയുടെ കാര്യം പറയുമായിരുന്നു. അതെവിടത്തും പറഞ്ഞോ? എന്റെ അടുത്ത് 47 ആണ് ഇവള് പറഞ്ഞു. നല്ലായിരുന്നല്ലേ മാമ? എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നേ. എന്താ? ഈ പട്ടാളക്കാര് മാത്രമേ തള്ളുവന്ന്. പോലീസുകാർ അത്യാവശ്യം നന്നായിട്ട് തള്ളുവല്ലേ? എടി അതെ, നാട്ടെ അളിയൻ വരില്ലേ, സാധനം എല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് ഫുഡ് ഉണ്ടാക്കണം. അവന് ഇഷ്ടപ്പെട്ട ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. അതെ, നന്നായിട്ട് തുടക്കണം കേട്ടോ. പൊടിയൊന്നും കാണാൻ പാടില്ല. പൊടിയില്ല, നോക്ക് ഉണ്ടോ? പൊടി. അത് കണ്ട് ഇതിങ്ങനെ എടുത്തു കളയണം. അതൊന്നും പറ്റത്തില്ല. ചേട്ടൻ ഇതുപോലെ ഒരു തരി പൊടി കണ്ട പിന്നെ ഇവിടുന്ന് ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കത്തില്ല. അത്രയും വൃത്തിയുടെ ആളാ. ആണ് അത്രയും വൃത്തിയുടെ ആളാ. വൃത്തി മാത്രമല്ല, ബുദ്ധി, ശക്തി എല്ലാം ഉണ്ട്. ഭയങ്കര സൈസ് അല്ലേ? കാണാൻ തന്നെ ഭയങ്കര സൈസ് അല്ലേ? മാമനപ്പൊ നന്നായിട്ട് അറിയല്ലേ? പിന്നെ ഫോണിൽ ഒരുപാട് തവണ വിളിച്ചിട്ടുണ്ട്. നേരിട്ട് കാണാൻ പോകുന്ന ഇപ്പഴാ.
പിന്നെ അവന് എവിടാ ജോലി എന്നാ പറഞ്ഞ? ചെന്നൈയിലാ. ചെന്നൈയില ബിസിനസ് ബിസിനസ് എന്ത് ബിസിനസ്? എന്ത് ബിസിനസ്? കൊറേ ബിസിനസ് ഉണ്ട്. കൊറേ ബിസിനസ്. കൊറിയർ സർവീസ്, കൊറിയറിന്റെ ബിസിനസ്. അല്ല, കൊറിയർ സർവീസ് നടത്തുന്നുണ്ട്. പിന്നെ ജ്വല്ലറി ഉണ്ട്, ടെക്സ്റ്റൈൽസ് ഉണ്ട്, കാറ്ററിംഗ് ഉണ്ട്, അങ്ങനെ എല്ലാം ഉണ്ട്. ഭയങ്കര ബിസി, അതുകൊണ്ട് ഇതുവരെ കാണാത്തത്. അതെ അതെ. അയ്യോ, എന്നാ നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ പോവാല്ലേ? പോ നീ തുടച്ചിട്ട് അങ്ങോട്ട് വാ. മാമൻ അനങ്ങാണ്ട് അവിടെ ഇരുന്നോ കേട്ടോ. എന്താ മാമൻ എന്ത് പറ്റി? ലീക്ക മാക്കു വാ. അപ്പോ ഭാര്യയും ഭർത്താവും കൂടെ ഇപ്പൊ വീട് മറിച്ചിട്ടേനെ. വീണ്ടും സൂക്ഷിച്ച്. മാക്കു, ഷേക്കു. ആ മുന്തിരി മൊത്തം തിന്നു തീർക്കല്ലേ? ഇല്ല, എനിക്ക് നാളെ പുഡിംഗ് ഉണ്ടാക്കാനുള്ളതാ, അതിന് ഗാർണിഷ് ചെയ്യാനുള്ളതാ. ഒന്നിങ്ങി വരനൊന്ന് സഹായിക്കും. ഇതേ ചോറന്നിട്ട് തന്നെ കൊറേശ്ശെ ഇടാവുള്ളേ. ഇട് കുറച്ചുകൂടെ ഇട്. നിക്ക്. ഇനി ഇട് കുറച്ച്, 2-3 സ്പൂൺ ഇട്. 3 2 3 മതി. ഞാൻ ചോറൊക്കെ അടച്ചങ്ങ് മാറ്റി. മാക്കുവിന്റെ ഫേവറേറ്റ് ഡിഷ് എന്താ? അയ്യോ, നല്ല മണം ഉണ്ടല്ലോ. എന്താ ഉണ്ടാക്കുന്നത്? ടൊമാറ്റോ റൈസ്. ഹായ്, ടൊമാറ്റോ റൈസാ? എന്റെ ചേട്ടനങ്ങ് ചെന്നൈയിലല്ലേ, ബിസിനസ് ആണല്ലോ. ടെക്സ്റ്റൈൽസ് ഉണ്ടല്ലോ, മറ്റേ ഈ പിന്നെ ജ്വല്ലറി ഉണ്ടല്ലോ, കൊറിയർ സർവീസിന്റെ ഓഫീസ് ഉണ്ടല്ലോ. ടോട്ടലി കോടീശ്വരനാണല്ലോ. അതെ, ഫുൾ ടൈം ഇങ്ങനെ ഫ്ലൈറ്റിൽ പറന്ന് നടക്കുമല്ലേ. അതുകൊണ്ട് ടൊമാറ്റോ റൈസ് ഭയങ്കര ഇഷ്ടാ. ഈ ഹോംലി ഫുഡേ. ഫ്ലൈറ്റിൽ പറഞ്ഞു നടക്കുന്നതാണോ ഇഷ്ടം? അല്ല, എപ്പോഴും ഇങ്ങനെ ഹോട്ടലിൽ നിന്നാണല്ലോ കഴിക്കുന്നത്. അതെ അതെ. അപ്പൊ വീട്ടിലെ ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടമാ. ഞാനേ ഈ ടൊമാറ്റോ റൈസ് ഇതുവരെ കഴിച്ചിട്ടില്ല. ആണോ? ഇതുവരെ കഴിച്ചിട്ടില്ല? ഇല്ല. ഭയങ്കര ടേസ്റ്റ് ആടി മോളെ. മാമ കഴിച്ചിട്ടുണ്ടോ? ഞാൻ എത്ര തവണ കഴിക്കണമെന്ന് വിചാരിച്ച, പക്ഷെ ഇപ്പൊ കഴിക്കും. അതെ, ரொம்ப പ്രമാദം ഇருக்கு. എനിക്ക് കുറച്ച് തരുമോ ടേസ്റ്റ് ഒക്കെ? പിന്നെന്താ, ചൂടുണ്ടേ. അയ്യോ, ഒരു പ്രശ്നമുണ്ട്. ആരെങ്കിലും കഴിവണോ? അതല്ല, ആരെങ്കിലും കഴിച്ചെന്നറിഞ്ഞാലേ എന്റെ ചേട്ടൻ പിന്നെ കഴിക്കത്തില്ല. പിന്നെ കഴിക്കത്തില്ല. അയ്യോ, അത് പറയാതിരുന്നാ പോരെ. അയ്യോ, അത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഞങ്ങള് പറഞ്ഞു പോകും. അതുകൊണ്ടാണ് ഇത്ര സ്പെഷ്യൽ ഡിഷസ് ഒക്കെ ഉണ്ടാക്കുന്നത്. കണ്ടോ, ഉടക്കി ഇരിക്കുന്ന എന്താന്ന് കണ്ടോ? അയ്യോ, അവളോട് പറിക്കണ പഞ്ചസാര ഇട്ട് കഴിക്കാൻ. മക്കള് പുറകോട്ട് വാ. പിങ്കിയുടെ സേവനം തൽക്കാലം ഇവിടെ ആവശ്യമില്ല, അതുകൊണ്ട് അവിടെ പോയി ഇരുന്നോ കേട്ടോ. ശരി, ചെല്ലു. അതെ, ബ്രദറല്ല വന്നിട്ടേ. ബ്രദറല്ല, എവിടെ ആങ്ങള ശ്രീകുട്ടൻ വന്നിട്ട് അവൻ കഴിച്ചു കഴിഞ്ഞിട്ട് നോക്കുന്ന കേട്ടോ. ഒന്നും വിചാരിക്കല്ലേ. ഓ, ഞാൻ എന്ത് വിചാരിക്കാനേ. കൊതി പറ്റുമോ ആവോ? എന്തോ അടച്ചു വെച്ചേക്കണേ, കന്നിനെ കൈ കാണിക്കുന്നതിന്റെ കൂട്ടാ. വേണ്ട, ഇല്ല ഇല്ല, നിയമം പിങ്കിക്ക് മാത്രമല്ല എന്റെ മാക്കൂനും ബാധകമാണ്. നമ്മൾ ഉണ്ടാക്കിയ നിയമമില്ലേ ഇപ്പോഴും? അല്ല, എന്നാലും ഇത്രയും മതി. അതൊന്നും ഇല്ല. അതെന്താ ഒരു വല്ലാത്ത ഭാവം? ഒന്നുമില്ല. 1 2 3 4
1 2 3 4 5 6 7 8 9 10 12 1 2 3 4 5 6 7 8 9 1 2 3 4 5 6 7 8 9 10 11 3 3 6 6 3 9 4 13 13 ലഡു 5 ചിക്കൻ പീസ് 1 2 3 4 5 കംപ്ലീറ്റ് ഞാൻ എണ്ണി വെച്ചേക്കുക. ഇതിനകത്തൊരു കഷണം എടുത്തു കഴിഞ്ഞാൽ ഞാൻ അറിയും. പറയാം കേട്ടല്ലോ. മാമ ആ മാമന്റെ അളിയും പറഞ്ഞ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് തൊട്ടാ ഞാൻ കൈവിട്ടും. ആ അവൻ 2 മണിയായി, എനിക്ക് വിശന്ന് കൊടലേറി കേട്ടാ. ഇടി അവനൊന്ന് വന്നോട്ടെ. അവൻ ആദ്യമായിട്ട് നമ്മുടെ വീട്ടിൽ വന്ന് കേറിയല്ലയോ. അവൻ വന്ന് കഴിച്ചിട്ട് മിച്ചം വല്ലതും ഉണ്ടെങ്കിൽ നിനക്ക് തരാം. മിച്ചോ? അല്ല, അവന്റെ കാര്യം എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. തരാം, കാണും, മിച്ചം കാണും, നിനക്ക് തരാവിടി. എന്താ ഒരു ബഹളം? ബഹളമൊന്നുമല്ല, മണി 2 മക്കളെ. വയറ് വളർത്തുന്ന ജീവൻ പോവുകയാണ് ഇവിടെ. അവക്ക് വേണ്ട ഇതെല്ലാം കൂടെ എടുത്ത് കഴിക്കണമെന്ന്. മക്കളെ, നിനക്ക് വിശക്കുന്നുണ്ടെങ്കിലേ രാവിലത്തെ പുട്ട് ബാക്കി ഇരിപ്പുണ്ട്, അതെടുത്ത് കഴിക്കേ. ആ രാവിലത്തെ പുട്ട് ഞാൻ കഴിക്കാനാ? എന്തോ അത് ഇത്രയും സാധനം ഉണ്ടാക്കി വെച്ചേക്കും. ഞാൻ രാവിലത്തെ കാപ്പി എന്തിനു കുടിക്കണേ? എടി അങ്ങേരൊന്ന് വന്നോട്ടെ. അതെ, ഒരു ഗസ്റ്റ് ആദ്യമായിട്ട് വരുന്നതല്ലേ, അപ്പൊ അവര് കഴിക്കാണ്ട് നമ്മള് കഴിക്കുന്ന മോശമല്ലേ? മോശമല്ലേ? മാമന് വിശക്കുന്നുണ്ടാ? പിന്നല്ല, എന്റെ ഊപ്പാട് വന്നിരിക്കാൻ നോക്ക്. അവ എവിടെ എത്തിന്ന് വിളിച്ചു പോയത്. എന്റെ മാമ ഇപ്പൊ എല്ലാം കൂടെ ലൂസായി കിടക്കല്ലേ വയറ്. ഇച്ചിരി ഉറക്കട്ടെ. ഇത് തിന്നാലേ ഉറച്ചുള്ളൂ. അല്ല, അതൊന്ന് ഉറച്ചു കഴിഞ്ഞിട്ട് തിന്നാ. എടി മാമൻ പറഞ്ഞല്ലേ എവിടെ മാരെ എത്തിന്ന് വിളിച്ചു. ഞാൻ വിളിച്ചു ചോദിക്കാം. സമയം 2 എല്ലാം എണ്ണി വെച്ചേക്കാന്നേ. ഞാൻ തിരിച്ചു വന്ന് എണ്ണും. മാമന്റെ അടുത്തൂടെ പറഞ്ഞു. എന്റെ അടുത്ത് പറയുന്നുണ്ട് എനിക്ക് വേണ്ട ആവശ്യമുണ്ടെങ്കിൽ ഞാൻ അടുത്ത് തിന്നു. ആ അപ്പോ മാമിക്കേ ചാടയാണ് ചാട. ഞാനല്ലേ നമുക്ക് കളഞ്ഞിട്ട് പോവാം, അതാണ് നല്ലത്. എന്തൊരു കൊടി നോക്കി നോക്കി നമ്മളിരിക്കുന്നു ഇവിടെ. എന്തിനായി പോയിട്ട്? ഒന്നും പറയണ്ട മാമാ. അവനെ ചെന്നൈന്ന് കാറിൽ ഇങ്ങോട്ട് വരുന്ന വഴിയായിരുന്നു. വരുന്ന വഴിക്ക് വെച്ച് ചൊക്കഹള്ളി വെച്ചിട്ട് ചൊക്കഹള്ളി വെച്ചിട്ട് അവനൊരു ഫോൺ കോൾ വന്നേ. പിന്നെ സിംഗപ്പൂരിലെ പ്രസിഡന്റ് ആണോ സെക്രട്ടറി വിളിച്ചു പറഞ്ഞ അത്യാവശ്യമായിട്ട് സിംഗപ്പൂരിനെ ചെല്ലണമെന്ന്. അവൻ പിന്നെ കാറ് ചൊക്കഹള്ളി എയർപോർട്ടിൽ ഇട്ടിട്ട് എയർപോർട്ടിൽ നിന്ന് പിന്നെ ഹെലിപ്പാഡിൽ പോയിട്ട് ഹെലിപ്പാഡിൽ നിന്ന് പിന്നെ ഹെലികോപ്റ്ററിൽ കയറി സിംഗപ്പൂരിന് പോയി. ഓ തള്ളു 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 തള്ളു. എന്റെ ദൈവമേ, രാവിലെ തൊട്ട് തുടങ്ങിയാണ് ഭാര്യ ഭർത്താവ് കൂടെ. അവന് സ്വന്തമായിട്ട് പിന്നെ ഹെലിപ്പാഡുണ്ട്. ഹെലിപ്പാഡും കൊണ്ടാണോ നടക്കുന്നത് എല്ലായിടത്തും? അല്ല, ചൊക്കഹള്ളിയിൽ അവന് സ്വന്തമായിട്ട് ഹെലിപ്പാഡുണ്ട്. വലിയ ബിസിനസ്മാൻ അല്ലേ മാമി? സത്യം പറ, ചേട്ടൻ എന്തോ ജോലി? ബിസിനസ്. അയ്യോ, എന്റെ ചേട്ടൻ ഇരിക്കാനോ നിക്കാനോ കിടക്കാനോ ഒന്നും പറ്റത്തില്ല. അത് വല്ല അസുഖമാണോ? അതല്ല, അത്രമാത്രം തിരക്കുള്ള ബിസിനസ് മാഗ്നറ്റ് ആണ്. അതെ അതെ അതെ. നാട്ടിലെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന എല്ലാരും പറയുന്ന ബിസിനസ്. ഇതങ്ങനെ തെണ്ടിത്തിരിഞ്ഞുള്ള ബിസിനസ് അല്ല, നല്ല അന്തസ്സുള്ള ബിസിനസ്. അതൊക്കെ ഇരിക്കട്ടെ, നമുക്ക് അവനിപ്പോ ഏതായാലും വരത്തില്ല. നമുക്ക് ആഹാരം കഴിക്കാം. വേണ്ട, നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇപ്പൊ വരും. പിന്നെ എത്രയെന്ന് പറഞ്ഞാ ഇങ്ങനെ ഇരിക്കുന്നു ഇവിടെ? അപ്പൊ ഈ ഭക്ഷണം വേണ്ടേ? വേണ്ടായോ? എടി, ഓർഡർ ചെയ്ത ഭക്ഷണമേ കഴിച്ചു കഴിഞ്ഞാൽ അരമണിക്കൂറിനാ നിനക്ക് വീണ്ടും വിശക്കും. അപ്പൊ താണ്ട ഇത് ആണെന്നും പറഞ്ഞോണ്ട് വന്നേക്കരുത്. അത് കുഴപ്പമില്ല, ഞാൻ വീണ്ടും ഓർഡർ ചെയ്തോളാം. എന്റെ മണി ബാങ്ക് അവിടെ ഇരിക്കുന്നു. ഓ, കഴിക്കുന്നില്ലെങ്കിൽ വേണ്ട. ഇവിടെ ആർക്കും ഒരു നിർബന്ധവും ഇല്ല. അല്ല പിന്നെ അല്ല ശ്രീകു, നിന്നേ. ഇവ ഒരു പെങ്കോന്തനായി പോയല്ലേ, നല്ല കളരി കുലിക്കളും. അപ്പവും കല്യാണം കഴിഞ്ഞിട്ട് ഇങ്ങനെ തന്നെയായിരുന്ന? ഞാനിങ്ങനല്ലേ? എന്ത്? അല്ല, ഞാനിങ്ങനൊന്നും അല്ലായിരുന്നു. അല്ലായിരുന്ന?